നീ പറയുന്ന പോലെ എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രണയം മാത്രം പോരല്ലോ ജീവിക്കാൻ. എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കുറച്ച് കഴിയുമ്പോൾ അവള് നിനക്കൊരു ബേർഡനാവും. എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് നിനക്കും അറിയാം. കുറച്ച് ദിവസത്തെ പ്രണയം കഴിയുമ്പോൾ വേറെ പല ആഗ്രഹങ്ങളും വരും. അതൊക്കെ നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നീ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയം മാത്രം പോരാ ജീവിക്കാനും. ഐ നോ എൻ്റെ അതേ ഇൻറ്റൻസിറ്റിയിൽ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പ്രാക്ടിക്കലായി പറഞ്ഞേ ഉള്ളൂ. ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ ഫാമിലി സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോൾ അത് ശരിയാവുന്നില്ല. എത്ര മണിക്ക് അവൾ വരാമെന്ന് പറഞ്ഞ്? 10 മണിക്കോ? 10 മണിക്ക്. എടാ, ഞാൻ അങ്ങനെയൊന്നും ഇപ്പം ചിന്തിച്ചിട്ടില്ല. അവൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അവളെ വീട്ടിലൊക്കെ അല്ലാതെ കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടുപേരും ഒന്നും കട ഇറങ്ങിക്കേ. നിങ്ങളിത് എന്ത് ഭാവിച്ചാണ്? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അല്ല, ഇവൾക്കുമില്ല. അതാണല്ലോ കാര്യങ്ങളൊക്കെ ഈ അവസ്ഥ വരെ എത്തിയത്. പറ, നിങ്ങളിന്ന് പോകാൻ നിന്നതല്ലേ? 3 പേരും കൂടി പോകാൻ നിന്നാണോ? ആണോ? കഷ്ടം. ഒരാളെ വിളി തേച്ച് കാണുമെന്ന് കരുതി. ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചോളൂ. ഞാൻ ഇവരെ കണ്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്നതാ. ഒരു മെസ്സേജിനകലെ ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ. ശരിയാണ്, എനിക്കിവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ പല കാരണങ്ങളും കൊണ്ട് എനിക്കതിന് കഴിയുന്നില്ല. ഓ, അപ്പൊ ഇതാണ് നായകൻ. നായകനും നായികയും കൂടി പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ഞാനൊന്നും അറിയില്ലെന്ന് കരുതി അല്ലേ? ശരി, ഇനി നിനക്ക് തീരുമാനിക്കാം. നിന്നെ കൊണ്ടുപോകാൻ വന്ന ഇവന്റെ ഒപ്പം പോണോ, അതോ നിന്നെ കണ്ട് ഗുഡ് ബൈ പറയാമെന്ന ഇവന്റെ ഒപ്പം പോകണം, അതുമല്ലെങ്കിൽ നിന്നെ കൂടെ നിർത്തുന്ന എൻ്റെ ഒപ്പം വരണമെന്ന്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഉത്തരം എനിക്ക് കേൾക്കണ്ട. എന്തിനായിരുന്നു ഇതൊക്കെ? കുറ്റബോധമുണ്ട്. പക്ഷെ സംഭവിച്ചു പോയി. മറക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ ക്ഷമിച്ചൂടെ? ഒരുപാട് സമയം നമ്മൾ ഒന്നിച്ച് ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിലാവുന്നില്ല എന്തിനായിരുന്നു ഇതൊക്കെ. ഇവൾ ഒറ്റക്ക വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവളെ കൊണ്ടുപോയേനെ. മതിയായില്ല നിനക്ക് ഇനിയും? പക്ഷെ ഇനിയില്ല.